ബിഗ് ബഡ്ജറ്റ് പടമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും എത്ര ആയിരുന്നു ഒരു ബഡ്ജറ്റ്, എത്ര കാണും? നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ സന്തോഷ് സാറ് രേഖപ്പെടുത്തിയ ബഡ്ജറ്റ് 21. ശരിക്കും 21 കോടിയുടെ പടം ശരിക്കും അതൊരു വലിയ ബഡ്ജറ്റ് അല്ലേ? ഹ്യൂജ് ബിഗ് ബഡ്ജറ്റ്. നമുക്കിപ്പോഴും 20 കോടി മുകളിൽ, വല്ല 10 കോടി മുകളിൽ നിന്നാൽ നമുക്കൊരു വലിയ പ്രൊഡ്യൂസേഴ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്ലാൻ 10C ആയിരുന്നു. പിന്നെ ആ പാടം കോയമ്പത്തൂരിലോട്ട് മാറി, എല്ലാം വലുതായി, ക്രൂ ഒക്കെ വലുതായി, വലിയ വലിയ ടീംസൊക്കെ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 14.5, 15 എഗ്രിമെൻ്റ് ഒക്കെ ഇതായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷം പ്രൊഡ്യൂസേഴ്സിന് എന്തും പറയാം, പറഞ്ഞതിൽ നിർത്തണം. ഇപ്പോൾ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇപ്പോൾ തിരുവഴ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 1000 പേരെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാൻഡ്നെസ് ഉണ്ടാവില്ല പറയുമ്പോൾ 300 പേരെ വെച്ച് ചെയ്താൽ മതി, എന്നാലേ 15 നിൽക്കുള്ളൂ എന്ന് സംസാരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ല. ഞാൻ വീണ്ടും പറയുന്നത്, ലാഭനഷ്ട കണക്കുകൾ ടേബിളിൽ വെക്കാത്തൊരു പ്രൊഡ്യൂസേഴ്സാണ്. അവർക്കിത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ബഡ്ജറ്റ് നിർത്താൻ അവർക്ക് പറ്റും, സാധിക്കാത്തല്ല, അവർ അത്രയും സിനിമ ചെയ്തവർ. പക്ഷേ ഗ്രാൻഡറും വിഷനെയും ബാധിക്കരുത്, ക്രിയേറ്റിവിറ്റീനെ. അതായത് ഞാൻ പേഴ്സണലി സന്തോഷ് സാറെന്ന് ഞാൻ മനസ്സിലാക്കിയത്, പുള്ളിക്കാരന് സിനിമ ഇറങ്ങിയിട്ട് വരുന്ന കോളുകളും ജനങ്ങൾ പറയുന്ന പോസിറ്റീവും നല്ലത് മാത്രമേ പുള്ളിക്കാരന് ഹൈ തരുന്നുള്ളൂ. പുള്ളിക്കാരൻ്റെ ബിസിനസ് സൈഡ്, കളക്ഷൻ, അതിലുപരി സിനിമ. അതുകൊണ്ടാണ് ആർക്കറിയാം എന്നാത്തം കേസോട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ഇതൊന്നും ഒരിക്കലും ഒരു പ്രീ ബിസിനസ് നടന്ന ഇതൊന്നും ഒരു പ്രീ ബിസിനസ് നടന്ന ഹൈ പടങ്ങളല്ല. പുള്ളി നല്ല നല്ല ആർട്ട്, നല്ല നല്ല സിനിമകൾ ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിച്ചു വരുന്ന ഭയങ്കര പോസിറ്റീവ് അനുസരിച്ച് നമ്മൾ ഏതോ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത് മഴ പെയ്തു, അത് സെറ്റിലുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഉണ്ണി എന്തോ ആയിട്ട് സന്തോഷമായിട്ട് പറഞ്ഞു, സാർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മഴ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല, നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യത്തിനെ കുറിച്ച് ടെൻഷൻ അടിക്കില്ല. അങ്ങനെ വേണമെങ്കിൽ മഴ വന്നു അല്ലെങ്കിൽ ആ സീക്വൻസിന് കട്ട് ചെയ്യേണ്ടി വരും സിനിമയിൽ നിന്ന്, ആ പ്രഷർ തരൂല. അത് കാരണം ഒരു ദിവസം 2 ദിവസം എക്സ്ട്രാ നമുക്ക് തരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മൾട്ടി ഈ പറയുന്ന ബഡ്ജറ്റിൽ സംഭവിച്ചത്.